നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇറാനിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ തങ്ങളുടെ യുദ്ധത്തിനുള്ള സേനകളെയൊക്കെ തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനിയുടെ ഏറ്റവും അടുത്ത വാസസ്ഥലത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഏതൊരു രാജ്യത്തും ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവിടെ ധാരാളം പ്രവാസികളുണ്ട്. അവരുടെ ജീവനും കൂടി ഈ ഒരു സാഹചര്യത്തിൽ ആശങ്കയിലാവുകയാണ്. ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് തിരിച്ചെന്തായാലും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇസ്രായേൽ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എപ്പോഴും കരുതിയിരിക്കണമെന്നാണ് ഇന്ത്യ പുറപ്പെടുവിച്ച അറിയിപ്പിൽ പറയുന്നത്. കൃത്യമായിട്ട് ധാരാളം പ്രവാസികൾ അടക്കം അവിടെ താമസിക്കുന്നുണ്ട്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അതിനാൽ തന്നെ അവരുടെ ജീവനും ഈ ഒരു ഘട്ടത്തിൽ വളരെ അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ എംബസി കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ ഓഫീസിന് സമീപത്തും സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഇറാൻ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ഉന്നമിടുന്നതെന്ന് വരുത്താനുമാണ് സഖ്യസേനയുടെ ശ്രമം. കരയിൽ നിന്നും കടലിൽ നിന്നുമാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാവുമെന്ന ആശങ്കയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേലും അമേരിക്കയും. ഇസ്രായേലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരോധിച്ചു. ഖത്തറിൽ ഉദ്യോഗസ്ഥരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടി ദോഹയിലെ US സേന ആസ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമാണ്. ഗൾഫ് രാജ്യങ്ങളെ തീർത്തും അലോസരപ്പെടുത്തുമെന്നാണ് ഇപ്പോഴത്തെ യുദ്ധകാഹളങ്ങൾ. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. രാജ്യം മുഴുവൻ സൈറണുകൾ മുഴങ്ങിയതായും ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ തുടരണമെന്നും സൈന്യം നിർദ്ദേശിച്ചു. രാജ്യത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും അത്യാവശ്യ മേഖലകളിലേക്ക് ഇസ്രായേൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ ഒത്തുചേരുന്നതും ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും ഇസ്രായേൽ സൈന്യം വിലക്കിയിട്ടുണ്ട്. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഷെൽട്ടർ ഇൻ പ്ലേസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എംബസിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും നിലവിലുള്ള കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും പുറത്തിറങ്ങരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലുള്ള എല്ലാ അമേരിക്കൻ പൗരന്മാരോടും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇതേ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും അമേരിക്കൻ എംബസിയുടെ നിർദ്ദേശമുണ്ട്. ഖത്തറിലുള്ള മലയാളികൾ അടക്കമുള്ളവർക്കും യുദ്ധഭീതി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇറാനിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ നടത്തിയ ആക്രമണമാണിതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഈ നീക്കം മേഖലയിൽ വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ തിരിച്ചടി നൽകിയാൽ പശ്ചിമേഷ്യയിലുടനീളം യുദ്ധം പടരാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത് തടയാൻ ഗൾഫ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നാണ് കരുതുന്നത്. പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം പ്രതിരോധിക്കാൻ ചാരക്കണ്ണുകളും തയ്യാറാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പരോക്ഷ പിന്തുണയോടെ നടത്തുന്ന ഈ മുൻകരുതൽ ആക്രമണത്തിൽ ഇറാന്റെ പ്രസിഡൻഷ്യൽ കേന്ദ്രങ്ങളും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ ഓഫീസിന് സമീപമുള്ള മേഖലകളുമാണ് പ്രധാനമായി ലക്ഷ്യമിട്ടത്. ഇസ്രായേലിലെ പ്രമുഖ വാർത്താ ചാനലായ ചാനൽ 12 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഇരു രാജ്യങ്ങളുടെയും കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള സംയുക്ത സൈനിക നീക്കമാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഒമാൻ ഉൾക്കടൽ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി അമേരിക്കൻ നാവികസേനയുടെ MQ-4C ട്രൈറ്റൻ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണെന്ന് ഇറാനും അറിയാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള
ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. കടലിലെയും തീരപ്രദേശങ്ങളിലെയും നീക്കങ്ങൾ അതീവ കൃത്യതയോടെ നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത പൈലറ്റ് ഇല്ല വിമാനങ്ങളാണ് MQ-4C ട്രൈറ്റൻ ഡ്രോണുകൾ. US നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രധാന ആയുധമാണിത്. അത്യുന്നതങ്ങളിൽ പറക്കാനുള്ള ശേഷി ഇതിനുണ്ട്. സാധാരണ വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ ഉയരത്തിലാണിത്. ഒരു തവണ പറന്നുയർന്നാൽ 24 മണിക്കൂറിലധികം തുടർച്ചയായി വായുവിൽ നിൽക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഏകദേശം 2.5 ദശലക്ഷം ചതുരശ്ര മൈൽ പ്രദേശം നിരീക്ഷിക്കാനും ഈ ഡ്രോണിന് സാധിക്കും. 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന റഡാറുകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ, സിഗ്നൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ട്. മേഘങ്ങൾക്കിടയിലൂടെയും രാത്രികാലങ്ങളിലും കടലിലെ ചെറിയ കപ്പലുകളെ പോലും തിരിച്ചറിയാൻ ഇതിന് കഴിയും. ആയുധങ്ങൾ വഹിക്കില്ലെങ്കിലും ശത്രുവിന്റെ മിസൈൽ ലോഞ്ചറുകൾ, പടക്കപ്പലുകൾ, സൈനിക വിന്യാസം എന്നിവയുടെ തത്സമയ വിവരങ്ങൾ ആസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇവ ഒന്നാമനാണ്. ഇറാൻ അതിർത്തികളിൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ മിസൈൽ യൂണിറ്റുകളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാനാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിരുന്നത്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ ആക്രമണമെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആക്രമണം ശക്തമായതോടെ സുപ്രീം നേതാവ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ തിരിച്ചടിയെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്ന ആശങ്കയും ഈ ഘട്ടത്തിൽ ശക്തമാണ്. ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇസ്രായേലിലേക്ക് മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കാൻ ഇറാന് സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകൾ ഇറാനിയൻ അതിർത്തികളിൽ സജീവമായിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ നിരീക്ഷിക്കാനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് ഈ ഡ്രോൺ നിരീക്ഷണം. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ വ്യോമയുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചതാണ് നിലവിലെ വലിയ സൈനിക നീക്കത്തിന് കാരണമായതെന്നും കരുതപ്പെടുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി പടർന്നിരിക്കുകയാണ്. What?